Good evening, ma'am. Good evening. ഇതിന് സ്ട്രെങ്ത് ഉണ്ടാവാറുണ്ടോ ക്ലാസ്സില്? എന്തോ മാം? അല്ല, ഇത്രയും പേര് ക്ലാസ്സിൽ ഉണ്ടാവാറുണ്ടോ? ഇപ്പൊ കുറവാ മാം, കുറച്ച് ദിവസമായിട്ട്. അവിടെ മഴയൊക്കെ ഉണ്ടോ മാം? മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു, ആ ഭൂമിയൊക്കെ ഒന്ന് തണുത്തു എന്ന് തോന്നുന്നു. ശരി. Good evening, ma'am. ഗുഡ് ഈവനിങ്. ഇപ്പൊ ഒരു ഫാനൊക്കെ കൊണ്ടുവച്ച നിൽക്കാറ്, ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നുമില്ല. തൃശ്ശൂര് മഴ കുറവാ. ആണോ? തൃശ്ശൂര് ഭയങ്കര ചൂടായിരുന്നില്ലേ? അയ്യോ, ഭയങ്കര ചൂടാ, സഹിക്കാൻ പറ്റില്ല. ഗുഡ് ഈവനിങ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും പേരെ ഉണ്ടെങ്കിൽ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? അടുത്ത റെക്കോർഡ് തരാറായോ? ആയിട്ടില്ല മാം. ആയിട്ടില്ല. എനിവേ നമുക്ക് ജൂണില് ഫസ്റ്റ് വീക്ക് ഒക്കെ നിങ്ങളൊക്കെ തിരക്കായിരിക്കും. കുട്ടികളൊക്കെ വർക്ക് ചെയ്യുന്നവരും കുട്ടികളെ സ്കൂളിൽ വിടുന്നവർക്കും ഒക്കെ തിരക്കായിരിക്കും. ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് അടുത്ത റെക്കോർഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഓക്കെ? ഓക്കെ മാം. ഇനി ആരെങ്കിലും വരുന്നെങ്കിൽ തോന്നുന്നില്ല, ഭയങ്കര കുറവാണല്ലോ. ഓക്കെ, ഫൈൻ. പ്രേയറിന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തത് തന്നെ ആയാലും മതി, അല്ലെങ്കിൽ ഒരു സൈലന്റ് പ്രേയറോട് കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താ വേണ്ടത്? Good evening. ഗുഡ് ഈവനിങ്. പ്രേയർ റെഡി ആയിട്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് സൈലന്റ് പ്രേയർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് എന്തായാലും ഒന്ന് ലൈവ് ആക്കാം. നിങ്ങളുടെ മുടങ്ങി കിടക്കുന്ന വോയിസ് ബ്രേക്ക് ആണോ? ഉണ്ടോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? അല്ല, മെസ്സേജ് പിന്നീട് മെസ്സേജ് കണ്ടു ഇങ്ങനെ വോയിസ് ബ്രോ എനിക്ക് മാത്രമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു സംശയം. ഓക്കെ, നമ്മളുടെ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മളെ ക്ലാസ്സിൽ ചെയ്യുന്നത്, നമുക്ക് അതെല്ലാം ഒന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാരണം ക്ലാസ് ലൈവ് ആകാത്ത പോലെ എനിക്കൊരു ഫീല്. അതായത് നമ്മൾ പറഞ്ഞ റോൾ പ്ലേ, ആക്ഷൻ സോങ്, നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ആക്ഷൻ സോങ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി ഒറ്റയ്ക്ക് ചെയ്യാൻ വിഷമാണെങ്കിൽ ഇനി നമുക്ക് ചെറുതായിട്ടൊരു ബ്രെയിൻ എക്സസൈസും വാമപ്പ് എക്സസൈസും ഒക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് ഇൻഫോം ചെയ്തോളൂ. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നമുക്ക് 2 മിനിറ്റ്സ് ആണെങ്കിലും 3 മിനിറ്റ്സ് ആണെങ്കിലും അതൊക്കെ ചെയ്ത് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് ആകെ അങ്ങോട്ട് ഡ്രൈ ആയി, മരുഭൂമിയായ പോലെ എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഞാന് പാർട്ട് 2 ആണ് ഇപ്പൊ എടുത്തുകൊണ്ടിരുന്നത്. പാർട്ട് 2ലെ 9th യൂണിറ്റ് ആയിരുന്നു. മോഡ്യൂൾ 1ലെ പാർട്ട് 2ലെ 9th യൂണിറ്റ് ആയിരുന്നു ഡിഫൻസ് മെക്കാനിസം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ യൂണിറ്റ് 7 ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. വേറെ ഒന്നുമല്ല, എനിക്ക് അതിന്റെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ നോക്കിയപ്പോ കുറെ കാര്യങ്ങള് പറയാതെ പോയോ എന്നൊക്കെ എനിക്കൊരു സംശയം. കുറെ മിസ്സായോ? അപ്പൊ ഒന്നുകൂടെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ് യൂണിറ്റ് 6. യൂണിറ്റ് 7 എഡ്യൂക്കേഷൻ സൈക്കോളജി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിഫൻസ് മെക്കാനിസവും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പോ ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അത് പറയുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റ് സെൽഫ് ഡിഫൻസ്, നമ്മൾ സാധാരണ നമ്മുടെ ഫിസിക്കലി, അതായത് നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യുമല്ലോ. അതിപ്പോ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും
ഒരു റിഫ്ലെക്സ് ആക്ഷൻ നമ്മളിൽ നിന്ന് എല്ലാവരും വരും. അടിക്കാനായിട്ട് കൈ ഓങ്ങുമ്പോ തടുക്കാനുള്ള ഒരു ടെൻഡൻസി എല്ലാ പ്രായത്തിലുള്ളവർക്കും വരാറുണ്ട് അല്ലെ? അതൊരു റിഫ്ലെക്സ് ആക്ഷൻ തന്നെയാണ്. ഇതുപോലെ തന്നെ നമ്മളുടെ മൈൻഡും അതുപോലെ സെറ്റാണ്. എന്തെങ്കിലും നമ്മളുടെ മനസ്സിനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വരുമ്പോൾ നമ്മളായിട്ട് ചില ഡിഫൻസ് മെക്കാനിസം അങ്ങ് ഡിസൈൻ ചെയ്യും. അതിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലെ? ചില കേസസിൽ അറ്റൻഷൻ സീക്കിംഗ് നമ്മൾ കേട്ടിട്ടില്ലേ? കുട്ടികൾ അത് പൊതുവെ കാണിക്കാറുണ്ട്. ADHD എന്ന് പറഞ്ഞ അറ്റൻഷൻ സീക്കിംഗ് കാണിക്കാറുണ്ട്. ഇപ്പം ഒരു കുട്ടി ഉണ്ടായി, രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുമ്പോൾ ആ കുട്ടിയെ കൂടുതൽ കെയർ ചെയ്യുമ്പോൾ മൂത്ത കുട്ടി അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ, അതൊരു ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. കാരണം ആ കുട്ടിയോട് ശ്രദ്ധ കുറഞ്ഞു പോകുമ്പോഴേക്കും അത് ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അതും നമ്മളും ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ പോലും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം. പിന്നെ ചില സമയത്ത് സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ചിലർ ശ്രമിക്കും. അതും ഒരു ഡിഫൻസ് മെക്കാനിസം ആണ്, സിമ്പതി. പിന്നെ ചില കാര്യങ്ങളിൽ ഡേ ഡ്രീമിങ് നമ്മൾ ചെയ്യും. ഡേ ഡ്രീമിങ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫാന്റസി ലോകത്തിലേക്ക് അങ്ങ് പോകും. നമ്മളൊന്ന് ഊഹിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു. ഇപ്പൊ നമുക്ക് ഫിനാൻഷ്യലി ഭയങ്കര ക്രൈസിസ് വന്നു, നമ്മൾ വിചാരിക്കും ഒരു ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. നമ്മളൊരു ഫാന്റസി ഡേ ഡ്രീമിങ്ങിലേക്ക് പോവുകയാണ്. നമ്മൾ നൈറ്റിൽ ഉറക്കത്തിൽ ഡ്രീം ചെയ്യുന്നതല്ല, നമ്മൾ ഇങ്ങനെ പകലിരുന്ന് ഇങ്ങനെ ഒരു ദിവാസ്വപ്നം എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ പോകും. അല്ലെങ്കിൽ നമ്മളൊരു എക്സാം എഴുതാനായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, PSC എക്സാം എഴുതാനായിട്ട് പ്രിപ്പയർ, ഞാൻ PSC എക്സാം എഴുതി എനിക്ക് ആ ജോബ് കിട്ടുവാണെങ്കിൽ ഇന്ന സ്ഥലത്ത്, അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ച് കൂട്ടില്ലേ. അതും ഒരു തരം ഡിഫൻസ് മെക്കാനിസം ആണ്, നമ്മുടെ മനസ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഡിഫൻസ് മെക്കാനിസം. പിന്നെ ചില ആൾക്കാരെ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന ഭാഗങ്ങളിൽ നിന്ന് അവരങ്ങ് സ്വയം അങ്ങ് ഒഴിവാകും. ഒരു വിത്ഡ്രോവൽ സിൻഡ്രോം, അവരിതങ്ങ് ഉൾവലിഞ്ഞങ്ങ് മാറും. അപ്പൊ കാരണം അവർക്ക് എനിക്ക് അപകടമൊന്നും പറ്റരുത്, ആ ഒരു രീതിയിൽ ഒരു വിത്ഡ്രോവൽ കാണിക്കും. അതിനെ ഫേസ് ചെയ്ത് അതിനെ സോർട്ട് ഔട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ശ്രമിക്കില്ല. അല്ലെങ്കിൽ ഒരു എക്സാം ഭയങ്കര ടഫാണോ, വേണ്ട, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, ടഫാണോ, എന്നെ കൊണ്ട് അത് പറ്റില്ല, സോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഇതാണ് ഡിഫൻസ് മെക്കാനിസം. ശരിക്കും ഒരു ഇൻട്രോ പറഞ്ഞതാ. നമ്മൾ ആ ഓരോ പോയിന്റും നമുക്ക് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താണ് ഡിഫൻസ് മെക്കാനിസം? നമ്മളെ Yes, ma'am. കരാട്ട, യോഗ, അതൊക്കെ നമ്മളുടെ ശരീരത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൈക്കോളജിയാണ്. ഇപ്പൊ സൈക്കോളജിക്കലായിട്ട് നമ്മൾ ഏതെല്ലാം ഡിഫൻസ് മെക്കാനിസം ചെയ്യുന്നു എന്നുള്ളത്, അത് നമ്മൾ ഒരു കുട്ടിയിൽ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടിയിൽ അതിന്റെ റിഫ്ലക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അറ്റൻഷൻ സീക്കിങ്, അല്ലെങ്കിൽ ടീച്ചറുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ, ശ്രദ്ധ പിടിച്ചു പറ്റാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യും. ടീച്ചറുടെ സിമ്പതി എനിക്ക് കൂടുതൽ കിട്ടണം, അങ്ങനെ ആ രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളിൽ അങ്ങനെ ഉണ്ടല്ലോ, ടീച്ചർ എന്നെയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ടീച്ചറെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാമോ അതെ. പിന്നെ ഓരോരോ ഏജ് ഇങ്ങനെ കഴിയും തോറും ഈ പറയുന്ന പോലെ എന്താ പറയാ, ചില ഇഷ്യൂസ് വരുമ്പോൾ വിത്ഡ്രോ ചെയ്യുന്നു. അതെല്ലാം ഈ ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്നതാണ്. പിന്നെ ചിലത് നെഗറ്റീവിസം കാണിക്കും. അതായത് ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഫുള്ള് നെഗറ്റീവായിട്ട്, ഇപ്പൊ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, വിത്ഡ്രോവൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെ അതിൽ നിന്ന് ഒഴിവാകാൻ നോക്കണ പോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ട് ഏതെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെപ്പറ്റി അങ്ങ് നെഗറ്റീവായിട്ട് പറയും. ആ പ്രോബ്ലത്തിന് അവർക്ക് കൂടുതൽ അതുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറയുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ റിപ്പൽ ആവും. ചിലപ്പോൾ ടെമ്പർ ലൂസ് ചെയ്യും, ഭയങ്കര ദേഷ്യം വരും, ഇൻസൾട്ടിങ് ബിഹേവിയർ വരും. അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം. ഈ ഡിഫൻസ് മെക്കാനിസം കഴിഞ്ഞിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലേക്ക് ഒന്ന് വീണ്ടും തിരിച്ചു പോരാം. കാരണം എനിക്ക് കുറെ കാര്യങ്ങൾ അതിനകത്ത് മിസ്സായി പോയോ, കുറച്ചുകൂടെ കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു സംശയം തോന്നി. ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാത്തത് അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യാൻ ഇരുന്നപ്പം എനിക്ക് തോന്നുന്നു കുറെ ഗ്യാപ്പ് വന്നതിന്റെ ആണോ എന്താന്ന് സംസാരിച്ചെന്നുള്ളതൊക്കെ എനിക്ക് അങ്ങ് എന്റെ ഉള്ളിൽ നിന്ന് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളെ എത്രത്തോളം അത് ബാധിച്ചു എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമുക്കിപ്പോ എന്തായാലും നോക്കാം. ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ.
എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Yes, ma'am. എന്റെ സ്ക്രീൻ മൊത്തം പോയി, അതാണ് ഞാൻ ചോദിച്ചത്. Yes. ഓക്കെ, ഇത് കാണാലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. Yes, Yes, ma'am. കാണുന്നുണ്ട്. അപ്പൊ നമ്മള് ഡിഫൻസ് മെക്കാനിസത്തിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ അത് ക്ലിയർ ആയല്ലോ അല്ലെ. നമുക്ക് ഓരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ പറഞ്ഞത് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മകൾ അന്ന ഫ്രോയിഡ് ആണ് ഇതിൽ കൂടുതൽ സ്റ്റഡി ചെയ്തത്. ഫ്രോയിഡിന്റെ പല കൺസെപ്റ്റും വെച്ചിട്ടും ഫ്രോയിഡും കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വെച്ചിട്ട് അന്ന ഫ്രോയിഡ് ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈഗോ എന്ന് പറഞ്ഞാൽ സെൽഫ് ഇമ്പോർട്ടൻസ്, നമ്മൾക്ക് തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. കുറച്ച് ഈഗോ വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്കൊരു ഇമ്പോർട്ടൻസ് വേണം. നമ്മളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം. നമ്മളെ താഴ്ത്തി ആക്കാൻ നമ്മൾ ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം നമ്മളുടെ ഒരു ഐഡന്റിറ്റിയെ കുറിച്ച്. ഓക്കെ, പലപ്പോഴും അങ്ങനെ അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ തന്നെ നമ്മൾക്ക് ഭീഷണിയാകുന്ന സിറ്റുവേഷൻസ് അല്ലെ. ചില സിറ്റുവേഷൻസ് ഉണ്ട്, നമുക്കറിയാം എല്ലാ ദിവസവും നമുക്ക് സ്മൂത്ത് അല്ല. നമ്മൾ സന്തോഷമായിട്ടോ സമാധാനത്തോടു കൂടിയോ ഒന്നും അല്ല എല്ലാ ദിവസവും എല്ലാ നിമിഷങ്ങളും
പോകുന്നത്. നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ അവിടെയാണ് സ്ട്രെസ് മാനേജ്മെന്റ്. നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നു. ചില സമയത്ത് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പല മെത്തേഡ്സും അഡോപ്റ്റ് ചെയ്യും. ലൈക്ക് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമുള്ള മെത്തേഡ്സ് ഓപ്റ്റ് ചെയ്യും. പാട്ട് കേൾക്കാന്നോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെട്ട വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ ബുക്ക് വായിക്കുക, അങ്ങനെ എന്താണോ നമുക്ക്, അല്ലെങ്കിൽ കുറച്ച് സമയം റിലാക്സ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്യുകയോ യോഗ ചെയ്യുകയോ, അല്ലെങ്കിൽ കിടന്നോ അല്പം നേരം ഒരു പവർ നാപ്പ് എടുക്കുക, ഇച്ചിരി നേരം ഒന്ന് ഉറങ്ങുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു വരുന്ന കോൺഫ്ലിക്ട്സും ഫ്രസ്ട്രേഷനും ആണ് ശരിക്കും അതൊരു ത്രെറ്റ് ആണ്. നമ്മളുടെ ആ ഒരു മെന്റൽ ബാലൻസിന് ത്രെറ്റ് ആണ്. ചില സമയത്ത് ചിലർ ആ സമയത്ത് വല്ലാതെ പൊട്ടിക്കരയും, ചിലർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ വരും. അതൊന്ന് മാനേജ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനു വേണ്ടി എടുക്കുന്ന ചില മെത്തേഡ്സ് ആണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മെന്റലി നമ്മൾക്ക് ആ ഒരു ബാലൻസ് ശരിയാക്കാൻ, സൈക്കോളജിക്കൽ ബാലൻസ് ശരിയാക്കാൻ നമ്മൾ സ്വയമേ ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഡിഫൻസ് മെക്കാനിസം. അത് ഓരോ ഏജിലും അതിന്റെ ലെവൽ, അതിന്റെ ഒരു ഗ്രേഡ് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. അതല്ലേ ചിലപ്പോൾ പറയുന്നത്, ചില സമയത്ത് കൊച്ചുകുട്ടികളുടെ സ്വഭാവമാണ് ഇത്തിരി അഡൾട്ടിനെ പറ്റി പറയുന്നത്. അപ്പം എല്ലാ ഏജിലും ഈ കാര്യം ചെയ്യാറുണ്ട്. ചിലർ അത് ചെയ്യുമ്പോൾ ആ മെച്യൂരിറ്റി കാണില്ല, ചിലർ പലപ്പോഴും ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അങ്ങനെ പല രീതിയിൽ. അതായിരുന്നു നമ്മൾ പറഞ്ഞു വന്ന ഓരോന്നും. ഇനി ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, എന്നാലും ജസ്റ്റ് നമുക്കത് ഒന്നുകൂടെ ഒന്ന് നോക്കി അങ്ങ് പോകാം. ഫസ്റ്റ് നമ്മള് കോമ്പൻസേഷൻ ആയിരുന്നു പറഞ്ഞത്. കോമ്പൻസേഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഓർമ്മയുണ്ടോ? എന്തായിരുന്നു കോമ്പൻസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? ക്വാളിറ്റിയെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. നമുക്കൊരു കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനെ മൂടി വെക്കാൻ നോക്കും, അല്ലെ? നമ്മളുടെ നല്ല ഒരു ക്വാളിറ്റീനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. കറക്റ്റ് ആണ് പറഞ്ഞത്. നമുക്കൊരു കുറവുണ്ടെങ്കിൽ അതിനെ കൺസീൽ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ നല്ലൊരു ക്വാളിറ്റീനെ നമ്മളത് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യും. ഓക്കെ, അതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ വേർഡ് മീനിങ് അല്ല, അവിടെ വന്നൊരു ഡിഫൻസ് മെക്കാനിസം. അത് സൈക്കോളജിയിലെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് കോമ്പൻസേഷൻ ഇൻ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൻസേഷന്റെ വേർഡ് മീനിങ് അല്ല നമ്മൾ പറയുന്നത്. എന്താണ് കോമ്പൻസേഷൻ സൈക്കോളജി? ഇതാണ് കൺസീൽ അവർ അൺഡിസൈറബിൾ ഷോർട്ട് കമ്മിങ്സ്. നമ്മളുടെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള കുറവുകളെ നമ്മൾ അങ്ങോട്ട് കൺസീൽ ചെയ്യും, മറച്ചു വെക്കും, എന്നിട്ട് എക്സാജറേറ്റ് ചെയ്യും, പൊലിപ്പിച്ച് കാണിക്കും. നമ്മളുടെ നല്ല ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയർ അങ്ങ് പൊലിപ്പിച്ച് കാണിക്കും. ഇതാണ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റാഷണലൈസേഷൻ. റാഷണലൈസേഷൻ നമ്മൾ എന്താ പറയുന്നത്? ഒരു കാര്യം സംഭവിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത വരുമ്പോ അതിനെ പല രീതിയിലായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. അതെ അതെ, ലോജിക്കലായിട്ട് അതിന്റെ റീസൺ കണ്ടെത്താൻ ശ്രമിക്കും. ഒരു കാര്യം അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, വീട്ടിലൊരു രണ്ട് കമ്മ്യൂണിറ്റിയിലുള്ള നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും കല്യാണം കഴിച്ചു, നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം, അതിനെ അങ്ങോട്ട് ഒരു എന്താ പറയാ, അതിനെ അങ്ങ് റാഷണലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അതായത് ഒന്നുകിൽ അവർ ചെയ്തത് തെറ്റാണെന്നോ, അല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയാണെന്നോ, അതിനെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തും. അപ്പൊ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾ നമ്മളോട് ചോദിക്കുക നിങ്ങളുടെ തോട്ട്സ് അങ്ങനെയൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ നമ്മൾ സംസാരിക്കും, അതായത് ചില പറയില്ലേ പ്രസംഗിക്കും ഭയങ്കരമായിട്ട്, പക്ഷെ ആക്ഷനിലേക്ക് വരുമ്പോഴേക്കും പറഞ്ഞതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾ നമ്മളുടേതായ ഒരു ജസ്റ്റിഫിക്കേഷൻ നടത്താനായിട്ട് നോക്കും. റാഷണലൈസേഷൻ അതിൽ പെടും. ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യം വരുമ്പോൾ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു ജസ്റ്റിഫിക്കേഷൻ, ഒരു ലോജിക്കൽ റീസൺ കണ്ടുപിടിച്ച് അതിനെ നമ്മൾ അതങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങും, നമ്മളുടെ ഫീലിങ്സും കാര്യങ്ങളും എല്ലാം. അതാണ് റാഷണൽ. ശരിക്കും അതുമായിട്ട് നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ സംസാരിക്കാൻ കാരണം.
അതാണ് അപ്പൊ റാഷണലൈസേഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് മനസ്സിൽ വെച്ച് വേണം ഈ PDF ജസ്റ്റ് നോക്കാൻ. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് തന്നെ ഇതിന്റെ അന്ന ഫ്രൂയിഡ് പറഞ്ഞ കാര്യങ്ങൾ അയച്ചു തരാം. ഓക്കെ, ഫ്രൂയിഡിന്റെ കൂടെ ഒന്ന് എടുത്തു വെച്ചേക്കാം. നെക്സ്റ്റ് പ്രൊജക്ഷൻ. പ്രൊജക്ഷൻ എന്താ പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ പ്രശ്നം നമ്മൾ മറ്റുള്ളവരിലേക്ക് അസ്യൂം ചെയ്ത് കൊടുക്കുന്നത്, വേറൊരാളിലേക്ക് അങ്ങ് അസൈൻ ചെയ്യും, അവരുടെ തലയിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കുന്ന പോലെ നമ്മളുടെ ട്രേറ്റ്സ് ആൻഡ് ഇമോഷൻസ്, നമുക്ക് ഉണ്ടാകുന്ന ചില ബിഹേവിയറും നമ്മൾക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എന്താ ചെയ്യാന്ന് വെച്ചാൽ വേറൊരാളിലും അതുണ്ടെന്ന്. അതായത് ഇപ്പൊ വന്ന് പറഞ്ഞിരുന്നു നഖം കടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ നോക്കുമ്പോ 10 പേർക്ക് അതേ ശീലമുണ്ട്. ഞാൻ മാത്രല്ലേ ഉള്ളത്. പിന്നെ അല്ലെങ്കിൽ ഒരു ക്ലാസ് ടെസ്റ്റിന് തോറ്റുപോയി, അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞുപോയി, എനിക്ക് മാത്രമല്ലല്ലോ മറ്റേയാൾക്കും കുറഞ്ഞുപോയി. അങ്ങനെ നമ്മളുടെ അതേ കുറവുകൾ വേറൊരാളിലും ഒന്ന് അസൈൻ ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്, വേറെ ആൾക്കും ഇതേ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതാണ് പ്രൊജക്ഷൻ. ജസ്റ്റ് അതൊന്ന് നോക്കാം. വി ഓഫൺ അസ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അസൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേറൊരാളിലേക്ക്. ടു അതേഴ്സ് അവർ ഓൺ ഷോർട്ട് കമ്മിങ്സ്, നമ്മളുടെ തന്നെ ഡെഫിഷ്യൻസി, ഷോർട്ട് കമ്മിങ്സ് ആണ് കുറവ്. ഡിസയേഴ്സ് ഓർ മോറൽ ഡിഫക്ട്സ്, നമ്മളിൽ ഉണ്ടാകുന്ന ചിലപ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മോറൽ സൈഡിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ആസ് എ വേ ഓഫ് ലെസണിങ് അവർ ഓൺ സെൻസ് ഓഫ് ഗിൽറ്റ് ഓർ ഇൻഎഡിക്വസി ഡെഫിഷ്യൻസി. ഈ സെന്റൻസുകൾ കുറച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ആയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതിന്റെ കംപ്ലീറ്റ് മീനിങ് എത്രയേ ഉള്ളൂ. നമ്മളുടെ ഓൺ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ കുറവുകൾ ആർ അസൈൻ ടു സമ്മൺ എൽസ്. ആ പ്രൊജക്ഷൻ എന്നുള്ള വേർഡിന് ഒറ്റ സെന്റൻസിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള മീനിങ് പറയുവാണെങ്കിൽ, നമ്മുടെ സൈക്കോളജിയിൽ പ്രൊജക്ഷന്റെ മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഓൺ ഡെഫിഷ്യൻസി ആർ അസൈൻ ടു സമ്മൺ എൽസ്, അതാണ് മീനിങ് വരുന്നത്. അപ്പം ആ രീതിയിൽ നമ്മളൊരു ഡിഫൻസ് മെക്കാനിസം നോക്കുന്നു. ഇപ്പൊ കുട്ടികളെയൊക്കെ ചില കാര്യങ്ങൾക്ക് വഴക്ക് പറയുമ്പോൾ, ഇപ്പൊ വീട്ടില് 2 കുട്ടികളുണ്ട് അല്ലെങ്കിൽ 3 കുട്ടികളുണ്ടെങ്കിൽ ഒരാളൊരു കാര്യത്തിന് വഴക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ ചേച്ചിയും അങ്ങനെ ചെയ്തല്ലോ, ചേച്ചിയും അങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്, അല്ലെങ്കിൽ അച്ഛൻ അത് തന്നെ കാണിക്കുന്നത്, അച്ഛൻ അങ്ങനെ ചെയ്തല്ലോ, അതാണ് പ്രൊജക്റ്റീവ് ആണ് ഒരു പ്രൊജക്ഷൻ. അതാണ് സൈക്കോളജിയിൽ വരുന്ന പ്രൊജക്ഷൻ. ഈ പ്രൊജക്ഷന്റെ ഒരു ഫോമാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്രൊജക്ഷന്റെ വേറൊരു ഫോമാണ് ഡിസ്പ്ലേസ്. സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഒരാളെ കണ്ടുപിടിക്കുക, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ നിന്നും വേറൊന്നിലേക്ക് ഡിസ്പ്ലേസ്ഡ് ആകുന്നു, സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടുപിടിക്കുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പ്രൊജക്ഷന്റെ വേറൊരു ഫോമാണ് ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ ഈ ആൻഫ്രോയിഡിന്റെ ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് ഡിസ്പ്ലേസ്മെന്റും കാണും. പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പൾസ് ഫോം ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇമ്പൾസ് ഫോം ചെയ്ത് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ പോണ വഴിക്ക് എന്തെങ്കിലും ടോയ് അവിടെ കിടക്കണ്ടാവും. അപ്പൊ ആ ദേഷ്യം ആ ടോയോട് തീർക്കും, അതിനെ പിടിച്ച് ഒരു തട്ട് കെട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലര് കാണാറില്ലേ, പാവം നായ്ക്കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ആ നായ്ക്കുട്ടിയൊക്കെ തൊഴിക്കും പോണ വഴിക്ക്, അല്ലെങ്കിൽ കസേര എന്തെങ്കിലും കസേരക്ക് ഇട്ട് തള്ളു കൊടുക്കും. അത് എന്താണോ നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഫ്രസ്ട്രേഷൻ വരുന്നത്, നമ്മളുടെ എഫിഷ്യൻസി മൂലം എന്തെങ്കിലും ഒരു കാരണം വന്നു, അത് വരുമ്പോൾ നമ്മൾ അത് വേറൊന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് നോക്കും, വേറൊന്നിൽ ആ ദേഷ്യം തീർക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ. കുട്ടികൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, കുട്ടികൾ മാത്രമല്ല പ്രായമായവർ ചെയ്യാറുണ്ട് അല്ലെ. ദേഷ്യം വരുമ്പോഴേക്കും അത് വേറൊരാളിലേക്ക് അങ്ങ് ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഇത്. എന്റെ എക്സാമ്പിൾ അത് പോണ വഴിക്ക് നായ്ക്കുട്ടി ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ചവിട്ടുക, തൊഴിക്കുക, കസേരക്ക് ഇട്ട് തട്ടുക. ചിലര് ബൈക്കിനൊക്കെ ഇട്ട് ചവിട്ടുന്ന കാണാലോ. അത് ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് അപ്പൊ എന്താണോ ആ ഒരു ദേഷ്യം തീർക്കാൻ കിട്ടുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്താണോ അതിലേക്ക് അത് തീർക്കും. അതാണ് ഡിസ്പ്ലേസ്മെന്റ് ഒന്നും കിട്ടില്ല. ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തുക, എന്നിട്ട് അവരുടെ ആ സാറ്റിസ്ഫൈ ചെയ്യുക, അവരുടെ ആ വന്ന ഫ്രസ്ട്രേഷൻ ഇല്ലാതാക്കി അവരങ്ങ് സാറ്റിസ്ഫൈഡ് ആകുന്നതാണ് ഇതിനകത്ത് വരുന്നത്. പ്രൊജക്ഷന്റെ ഒരു ഫോമാണ് ഡിസ്പ്ലേസ്മെന്റ്. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്കതൊരു
നമ്മൾ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുവാണ്. സക്സസ് ഓഫ് അതർ പീപ്പിൾ, മറ്റുള്ളവരുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കണ്ടെത്തുന്നതാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതൊരു ഗ്രൂപ്പിന്റെ ആകാം, ഓർഗനൈസേഷന്റെ ആകാം. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരിൽ അത് കണ്ട് അവരിലെ സക്സസ് കണ്ട് നമ്മളങ്ങ് സാറ്റിസ്ഫൈഡ് ആകും. അപ്പൊ നമ്മളൊരു ക്രിക്കറ്റ് കളിയോ ഫുട്ബോളോ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിന് ആദ്യം ഒരു ലോസ് ഒക്കെ വന്നു എന്ന് വിചാരിക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവരതിൽ വിൻ ചെയ്യുന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു സക്സസ് കണ്ട് നമ്മൾ അങ്ങോട്ട് അഡ്ജസ്റ്റഡ് ആകുന്നു. അതാണ് ഐഡന്റിഫിക്കേഷൻ ഈ സൈക്കോളജിയിൽ. പിന്നെ ഇപ്പൊ വേൾഡ് കപ്പ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ്. നമുക്ക് ഓൾറെഡി വേൾഡ് കപ്പ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് അത് മിസ്സായി. പക്ഷെ നമ്മൾ പണ്ടത്തെ ആ ഒരു സക്സസ് ഓർത്ത് നമ്മൾ സമാധാനപ്പെടുന്നത്, അതെല്ലാം ഐഡന്റിഫിക്കേഷനിൽ വരും. ദ പ്രോസസ് ഓഫ് റെക്കഗ്നൈസിങ് സംതിങ് ഓർ സംവൺ, എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ ആളുകളെ ബൈ റിമംബറിങ്, അതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ സന്തോഷിക്കുന്നത്, അതാണ് ഐഡന്റിഫിക്കേഷൻ ഈ സൈക്കോളജിയിൽ വരുന്നത്. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതൊരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം ആണ്. വിത്ത് ദ ഒറിജിനൽ ഗോൾസ് ഓർ ഡിസയേഴ്സ് ആർ എക്സ്ചേഞ്ച്ഡ് ബൈ അതേഴ്സ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പൊ നമുക്ക് നേടാൻ കഴിയില്ല, അപ്പൊ മറ്റുള്ളവരുടേത് വെച്ചിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത് അത് നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പോ റാങ്ക് ഹോൾഡേഴ്സ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്തു, നമ്മളൊരു ഇതിനെ കാണുമ്പോഴേക്കും അത് നമുക്കായിരിക്കും, അങ്ങനെയൊക്കെ ആലോചിക്കാൻ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നത്. അത് അഡ്ജസ്റ്റിംഗ് ഒറിജിനൽ ഗോൾസോ ഡിസേഴ്സിനെ മറ്റുള്ളവരുടേതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തു, സോ വേറൊരാളുള്ളത് കുറച്ചുകൂടെ സക്സസ് ആയിട്ട് വേറെ ഒരു ഗോൾ കാണുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനെ മാറ്റി നമ്മളുടേതാക്കാനായിട്ട് ശ്രമിക്കും. അതാണ് സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. നെക്സ്റ്റ് സബ്ലിമേഷൻ. ഏതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നുകൂടെ പറയാവോ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനലി വരുന്ന ഗോൾസും ഡിസയേഴ്സിനെ മറ്റുള്ളവരുടേതുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യും. അങ്ങനെ നമ്മൾ ഓക്കെ ആകുന്നു, ആ ഒരു അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകും. ലൈക്ക് എനിക്ക് എന്റെ ഒരു എയിം, എനിക്കൊന്ന് സ്കൂട്ടർ ഓടിക്കണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുക, പക്ഷെ എനിക്കത് പറ്റുന്നില്ല. അപ്പൊ മേ ബി എന്റെ സിസ്റ്റർ അത് ചെയ്തു. അപ്പൊ അത് കാണുമ്പോഴേക്കും ഞാൻ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവരത് ഓക്കെ ആയി, അല്ലെങ്കിൽ സിസ്റ്റർ കാർ ഓടിച്ചു, അപ്പൊ ഞാൻ അതുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റഡ് ആവോ, എനിക്ക് പറ്റിയില്ലെങ്കിൽ സിസ്റ്ററിന് പറ്റിയല്ലോ. സോ ലൈക്ക് ദാറ്റ് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം നമ്മൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് അത്ര താല്പര്യമില്ലാത്തൊരു വ്യക്തി ചെയ്യുമ്പോൾ നമുക്ക് അത്രത്തോളം ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വരില്ലായിരിക്കും, ആ ഒരു അഡ്ജസ്റ്റിംഗ് മെക്കാനിസം വരില്ലായിരിക്കും. അല്ലെങ്കിൽ എന്റെ മകൾ ഓടിക്കുന്നു, ഓക്കെ അവൾ ഓടിക്കുന്നുണ്ടല്ലോ, സോ ഞാൻ എന്റെ ഗോള് അവരുടേതായിട്ട് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ ഫോർ മീ എന്നുള്ള രീതിയിൽ. കാരണം ചില പാരന്റ്സ് ഒക്കെ പറയില്ല എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ അവള് ചെയ്യട്ടെ, ആ ഒരു രീതിയിൽ. അങ്ങനെ ഇപ്പൊ ചില മുതിർന്ന സഹോദരന്മാര് ചെറിയ സഹോദരനോ സിബ്ലിങ്സിന് വേണ്ടിയിട്ട് എനിക്ക് പറ്റാത്തത് അവര് ചെയ്യട്ടെ. സോ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഗോളൊക്കെ ആയിരിക്കും അത് മറ്റുള്ളവരിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതൊരു തരം ഡിഫൻസ് മെക്കാനിസം തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് സബ്ലിമേഷൻ. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റീഡയറക്ട് ചെയ്യാൻ. അതിൽ ഞാൻ നമ്മൾ പറഞ്ഞത് മാരീഡ് ലൈഫ് ആയിരുന്നു. കാരണം നമ്മളുടെ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൾച്ചറൊക്കെ വെച്ചിട്ട് അല്ലാതെ ലിവിങ് ടുഗദർ ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് ശരിക്കും ഒരു സോഷ്യലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെക്ഷൽ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൂ മാരേജ് ലൈഫ് മാത്രമേ. അപ്പൊ അങ്ങനെയുള്ള ചാനലിലേക്ക് മാറ്റി അതാണ് ഒരു ഡിഫൻസ് മെക്കാനിസം. ഇറ്റ്സ് എ ഫോം ഓഫ് ഡിഫൻസ് മെക്കാനിസം. അതാണ് ഓക്കെ. പിന്നെ നെക്സ്റ്റ് റിപ്രഷൻ. ഫ്രോയിഡും ഇതിൽ കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടുണ്ട്. ഫ്രോയിഡിന്റെ മോളാണ് ഇതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ പോയിന്റ്സ് ആയിട്ട് പറഞ്ഞത്. റിപ്രഷൻ.
കാരണം ചില സമയത്ത് നമുക്ക് എന്താ ഉണ്ടാവുക, നമുക്ക് പല രീതിയിലുള്ള ഫീലിങ്സ് നമുക്ക് വരും. ആങ്സൈറ്റി ഉണ്ടാകാം, പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ബോധപൂർവമല്ലാതെ പല കാര്യങ്ങളും ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മളെ മാറ്റി നമ്മളെ നമുക്കൊരു സെൻസ് വരുന്ന രീതിയിൽ നമ്മളായി മാറുന്നതാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു ബേസിക് മെക്കാനിസം ആണ്. നമ്മുടെ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ചില സമയത്ത് വരും. പലപ്പോഴും അൺകംഫർട്ടബിൾ മെമ്മറീസ്, നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അത് നമ്മുടെ സോഷ്യൽ വാല്യൂസും നോട്ട്സും അങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പല പല കാര്യങ്ങളും പല കാര്യങ്ങളുമായിട്ട് ഒത്തുപോകാത്ത രീതിയിലുള്ള പലതും വരും. അതിൽ നിന്നെല്ലാം മാറി നമുക്ക് ആ ഓർമ്മയിൽ നിന്നൊക്കെ മാറി കുറച്ചുകൂടെ ബോധത്തോടുകൂടി സെൻസോടുകൂടി മുമ്പോട്ട് പോവുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളത് മറക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ പ്ലസന്റ് എന്താ പറയാ, കുറച്ചുകൂടെ നമ്മൾ പ്ലീസിങ് ആവാനായിട്ട്, ഭയങ്കര അൺപ്ലസന്റ് ആയിട്ടും നമുക്ക് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, പലപ്പോഴും ഓർക്കാൻ ഇഷ്ടമില്ല, പക്ഷെ അത് നമ്മളിലേക്ക് പല ഓർമ്മകളും കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കോൺഷ്യസ് ആയിട്ട് അതങ്ങ് മറന്നു പോകാനുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫൻസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഒരു അൺകോൺഷ്യസ് മെക്കാനിസം ആയിട്ടാണ് റിപ്രഷനെ പറയുന്നത്. നമ്മൾ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില തോട്ട്സിനെ നമ്മൾ മറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള മെക്കാനിസം ആണ് റിപ്രഷൻ. ഒരു ബേസിക് മെക്കാനിസം ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെക്കാനിസം ആണ് ഡിഫൻസ് മെക്കാനിസം. കാരണം എല്ലാ മനുഷ്യർക്കും അവരൊന്ന് മെച്യൂർ ആയി കഴിയുമ്പോൾ, കൊച്ചുകുട്ടികളിൽ പോട്ടെ അങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ ഒരു മെച്യൂരിറ്റി വരുമ്പോൾ ചില മനസ്സിനെ വേദനിപ്പിക്കുന്ന ചില ഓർമ്മകൾ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അൺപ്ലസന്റ് ആയിട്ടുള്ളത്. അത് മറക്കാനുള്ള ഒരു അൺകോൺഷ്യസ് മെക്കാനിസം ആണ് റിപ്രഷൻ എന്ന് പറയുന്നത്. അത് ഓർമ്മയിൽ നിന്ന് മാറ്റി അതിനെ കളയുന്ന ഒരു ഇത്. നെക്സ്റ്റ് റിഗ്രഷൻ. ഓക്കെ, ഇത് സ്ട്രെസ്സുമായി റിലേറ്റഡ് ആണ് ഈ റിഗ്രഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് പ്രോബ്ലംസ് വരുമ്പോ, സ്ട്രെസ് വരുമ്പോ, സ്ട്രെയിൻ വരുമ്പോ അവർക്ക് അതിനോടൊന്നൊരു എന്താ പറയാ, അതിനെ മാനേജ് ചെയ്യാനോ അവർ അതിൽ നിന്നൊക്കെ റിവേർട്ട് ചെയ്യും, ഒരുമാതിരി ചൈൽഡിഷ് ആയിട്ട്. അവരത് അവരുടെ ബിഹേവിയർ ആ സ്ട്രെസ്സിലൂടെ വരുന്ന പെയിൻ എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന്റെ ടെൻഷൻസ് അതൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്ത വരുമ്പോൾ അവർ കൊച്ചുകുട്ടികളെ പോലെ അതിൽ നിന്നൊരു ചൈൽഡിഷ് ബിഹേവിയറിൽ അവരതിൽ നിന്ന് മാറിപ്പോവാനായിട്ട് നോക്കും. ഈ ബിഹേവിയർ ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. സൈക്കോളജിക്കൽ ടൈം ബാക്ക് മൂവ്മെന്റ്, പുറകിലേക്ക് പോവുക, അതിൽ നിന്നൊക്കെ അങ്ങ് മാറിപ്പോവുക. അതാണ് സ്ട്രെസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടത്. കുട്ടികളിൽ ഇത് കാണുന്നത് അങ്ങനെ കുട്ടികൾ കാണിക്കുന്ന ചില സിംറ്റംസ് ആണ്. അവര് ഇത് വിരൽ ചപ്പുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളെ ഇല്ലേ. അപ്പൊ റിഗ്രഷൻ ആ ഒരു ഡിഫൻസ് മെക്കാനിസം അവർക്ക് വിരലിൽ ഇങ്ങനെ ചപ്പിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ബ്ലഡ് നനയ്ക്കുക, അതൊക്കെ റിഗ്രഷന്റെ ഭാഗമായിട്ട് കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ നെഗറ്റീവിസം. റിഗ്രഷൻ ചൈൽഡിഷ് വേയില് നമ്മള് പ്രശ്നങ്ങളിൽ നിന്ന്, സ്ട്രെസ്സിൽ നിന്നൊക്കെ ഓടി മാറുന്നതാണ്. നെഗറ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, ബാഫ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ അതിനെപ്പറ്റി റിയാക്ട് ചെയ്യുന്നു, നെഗറ്റീവ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് അവർക്ക് ആ പ്രശ്നത്തെ എന്താ പറയുക, ഇപ്പൊ നമ്മളൊരു സ്കൂളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാണ്, അവിടെ ഒരു പ്രോബ്ലം വന്നപ്പം ആ പ്രോബ്ലത്തെ സോർട്ട് ഔട്ട് ചെയ്യാനോ ആ പ്രോബ്ലം ഏറ്റെടുത്ത് കാര്യങ്ങൾ ചെയ്യാനോ അതിനെ ചലഞ്ച് ചെയ്യാനോ ഒന്നും ചിലർക്ക് തയ്യാറുണ്ടാവില്ല. അപ്പൊ അവരതിനെ നെഗറ്റീവായിട്ട് പറയും. അതാണ് നെഗറ്റീവിസത്തിൽ വരുന്നത്. അവരെപ്പോഴും കോൺട്രഡിക്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും, പിന്നെ ഭയങ്കര റിബലായിട്ട് സംസാരിക്കും, പിന്നെ അനുസരിക്കില്ല, പിന്നെ ഒരു എന്താ പറയാ ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കും,
ഒരു ഇൻസൾട്ടിങ് ബിഹേവിയർ ഒക്കെ ഇടയ്ക്കായിരിക്കും. അതാണ് നെഗറ്റീവ്സ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം ഓഫീസിലെ രണ്ടുപേര് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, അപ്പൊ അതൊന്ന് സോർട്ട് ഔട്ട് ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. പക്ഷെ ചില ആൾക്കാർ അതിന് നെഗറ്റീവ് മാത്രം കാണും. അതിങ്ങനെയാണ്, അല്ലെങ്കിൽ അവരത് റിബലായിട്ട് പെരുമാറും. അങ്ങനെ ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെ സോർട്ട് ഔട്ട് ചെയ്യാതെ അവർ കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. ഇതാണ് എന്ന് വെച്ചാൽ അത് ഏറ്റെടുക്കാൻ പറ്റില്ല, അത് സോർട്ട് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, ചലഞ്ച് ഏറ്റെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെ നെഗറ്റീവായിട്ട് പെരുമാറുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഓഫീസിൽ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം, അപ്പൊ ആ കാര്യത്തെ കുറിച്ച് അവർ വളരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു. അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും നെഗറ്റീവായിട്ട് പറയും. ഇനി സ്കൂളിൽ നിന്ന് കുട്ടികളെ എക്സ്കർഷന് കൊണ്ടുപോകുന്നു, ട്രിപ്പിന് കൊണ്ടുപോകുന്നു, പിക്നിക്കിന് കൊണ്ടുപോകുന്നു, അപ്പൊ അതിന്റെ ചാർജ് എങ്ങനെ ഏൽപ്പിച്ചാലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റാഫ് അത് നെഗറ്റീവായിട്ട് പറയാം. അവിടെ അങ്ങോട്ട് പോകണ്ട, അവിടെ അങ്ങനെ പ്രശ്നമായിരിക്കും, ഇങ്ങനെ പ്രശ്നമായിരിക്കും, കുട്ടികൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ കംപ്ലീറ്റ് അവർ അതിനെ എതിർക്കുന്ന രീതിയിൽ സംസാരിക്കും. ദാറ്റ് ഇസ് നെഗറ്റീവ്സ്. കുട്ടിയുടെ കേസിൽ പറയുവാണെങ്കിൽ, കുട്ടിക്ക് ഇപ്പം ഹോംവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, പാരന്റ്സ് കുട്ടിയെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കാനായിട്ട് കൊടുക്കുന്നു. അപ്പൊ കുട്ടി ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ ടീച്ചറെ പറ്റി നെഗറ്റീവായിട്ട് പറയാം, അല്ലെങ്കിൽ ആ ടീച്ചർ അങ്ങനെയാണ്. കുട്ടിക്ക് ആ കാര്യം ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല, ഹോംവർക്ക് ചെയ്യാൻ ഒരു മടിയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ കുട്ടി അതിനെ ഒന്നിനും റിബലായിട്ട് നിൽക്കും, ഞാനത് ചെയ്യില്ല, അല്ലെങ്കിൽ ദേഷ്യപ്പെടും, അത് ഒരു അനുസരണക്കേട് കാണിക്കും. ഈ കുട്ടിയുടെ സൈഡിൽ നിന്ന് പറഞ്ഞു അത് തന്നെ അഡൽട്സും പല കാര്യങ്ങളിലും കാണിക്കും. കാണിക്കുന്ന ഒരു ഡിഫറൻസ് മെക്കാനിസമാണ് നെഗറ്റീവ്സ്. സിമ്പതി, എപ്പോഴും അവർക്ക് അവരുടെ മറ്റുള്ളവരിൽ നിന്ന് സിമ്പതി വേണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, അല്ലെ, സിമ്പതീസ്. മറ്റുള്ളവരിൽ നിന്ന് സിമ്പതി വേണം. പല ആളുകളും എന്താ പറയാ, സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവർക്ക് പലരിൽ നിന്നും സിമ്പതി കിട്ടുന്നു, അവർ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആകും. കണ്ടന്റഡ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ്, ഹാപ്പി, ആ ഒരു മീനിങ്. അവരെപ്പോഴും മറ്റുള്ളവരുടെ അറ്റൻഷൻ സീക്കിങ്ങും സിമ്പതിയും ഏതാണ്ട് കണക്റ്റഡ് ആയിട്ട് അതിൽ വരും. കൺസേൺ കിട്ടണം, സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോ കൺസേൺ കാണിക്കണം. കുഞ്ഞുങ്ങളിൽ അത് കാണാറുണ്ടല്ലോ, ടീച്ചർ എന്നോട് കൂടുതൽ ശ്രദ്ധ കാണിക്കണം, എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം, സ്നേഹിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞു. അത് വലിയ പിള്ളേരിലും ചിലപ്പോൾ കാണാറുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ കുട്ടികളാണെങ്കിലും ഇപ്പം സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അമ്മ എന്നെ കൂടുതൽ അല്ലെങ്കിൽ അച്ഛൻ എന്നെ കൂടുതൽ ശ്രദ്ധിക്കണം, എന്നോട് കെയർ കാണിക്കണം, അവരുടെ സിമ്പതി കിട്ടാനായിട്ട് ചിലപ്പോൾ ചുമ്മാ ആവശ്യമില്ലാണ്ട് കരയാം, അങ്ങനെയുള്ള കാണിക്കും. സിമ്പതിസം അതാണ്. നെക്സ്റ്റ് വിത്ഡ്രോവൽ. ചില സിറ്റുവേഷനിൽ നിന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതി എന്നുള്ള രീതിയിൽ ആളുകൾ വിത്ഡ്രോ ചെയ്യും. അതാണ് വിത്ഡ്രോവൽ പറയുന്നത്. അവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ വലിയ താല്പര്യം ഉണ്ടാവുന്നില്ല, കാരണം അവർക്ക് അതിന്റെ ഡേഞ്ചർ, അതിന്റെ പരാജയം അതൊന്നും ഫേസ് ചെയ്യാൻ പറ്റില്ല. അതുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും അപകടമോ എന്തെങ്കിലും ലോസോ ഒക്കെ ഉണ്ടായാലോ എന്ന് വിചാരിച്ച് അവരതുമായിട്ട് കണക്ട് ചെയ്യില്ല. refuse to face their problems, അത് ഫേസ് ചെയ്യാൻ നോക്കില്ല, അപ്പൊ വിത്ഡ്രോ ചെയ്യാനായിട്ട് നോക്കും. നെഗറ്റീവ്സ് അതൊരു കുറച്ചുകൂടെ എന്താ പറയാ, അവിടെ ദേഷ്യം അങ്ങനെയും കാരണം മറ്റത് അവരങ്ങനെ അതൊക്കെ അവിടെ നിന്ന് സ്ലിപ്പായി പോകുന്നതാണ് വിത്ഡ്രോവൽ വരുന്നത്. സൂത്രത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക, അതാണ് വിത്ഡ്രോവൽ. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കും, ലൈക്ക് കോൺട്രഡിക്റ്റ് ആയിട്ട് പറയും, റിബലായിട്ട് സംസാരിക്കും. അതാണ് നെഗറ്റീവ്സും വരുന്നത്. രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്, പക്ഷെ അതിന് വരുന്ന ഫീലിങ്സ്, ഇമോഷൻസ്, ആക്ഷൻസ് ഡിഫറെന്റ് ആണ്. ഇതങ്ങ് പതുക്കെ അങ്ങ് സ്ലിപ്പായി മാറും, ഞാൻ ഇതിലൊന്നും ഇല്ലേ എന്നുള്ളൊരു ഭാവത്തിൽ പോകും. അതാണ് വിത്ഡ്രോവൽ. മറ്റത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിച്ചു പിടിച്ച് നിൽക്കും, എല്ലാം തിരിച്ച് തറുതല പോലെ പറയും, ദേഷ്യപ്പെടും. അതൊക്കെയാണ് നെഗറ്റീവ്സിൽ വരുന്നത്. കംപ്ലീറ്റ് അതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ നോക്കും. വിത്ഡ്രോവലിലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ല, പതുക്കെ അതിൽ നമ്മോട് ഈസി ആയിട്ട് ഊരിപ്പോവാൻ നോക്കും. നെക്സ്റ്റ് ഫാന്റസി ഓർ ഡേ ഡ്രീമിങ്. ഓൾറെഡി പറഞ്ഞു, ഒരു കൈൻഡ് ഓഫ് വിത്ഡ്രോവൽ ആണ്. നമുക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ റിയൽ പ്രോബ്ലത്തിനെ ഫേസ് ചെയ്യുന്ന വരെ നമ്മളതിങ്ങനെ നമ്മൾ ഡ്രീം ചെയ്ത് ഇങ്ങനെയൊക്കെ നടക്കും, കണ്ണ് തുറന്ന് സ്വപ്നം കാണാന്നുള്ള പരിപാടി ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ നടക്കും. അത് സോൾവ് ചെയ്യുന്നതിന് പകരം ഒരു റിയലിസ്റ്റിക് മാനറിൽ പോകുന്നതിന് പകരം ഒരു ഫാന്റസി ലോകത്തിലേക്ക് നമ്മൾ പതുക്കെ അങ്ങ്, അതാണ് ഫാന്റസി ഡേ ഡ്രീമിംഗ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഡിഫൻസ് മെക്കാനിസത്തിന്. ഇത് കൂടാതെ തന്നെ വേറെയും ഡിഫൻസ് മെക്കാനിസം ഉണ്ട്, ലൈക്ക് ഡിസൊല്യൂഷൻ, പിന്നെ ഈഗോ സെൻട്രിസം, റിയാക്ഷൻ ഫോർമേഷൻ ആൻഡ് അതേഴ്സ്.
ഇത് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺ ഓഫ് അവർ ഓൺ ഇൻട്രസ്റ്റ് ആൻഡ് വെൽഫെയർ, നമ്മളെ കുറിച്ച് തന്നെ ഒരു കൺസേൺ കൂടുതൽ വെച്ചാൽ ഒരു സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ്, സെൽഫിഷ് ആ ഒരു രീതിയിൽ പോകുന്നത്, അതാണ് ഈഗോ സെൻട്രിസം എന്ന് പറയുന്നത്. പിന്നെ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സന്റെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും കാണിക്കുന്നത്, അതാണ് റിയാക്ഷൻ. അതൊരു തരം ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പോൾ അയാളുടെ കാര്യങ്ങളെല്ലാം വെളിപ്പെടുത്തുന്നു. എ റെസ്പോൺസ് ദാറ്റ് റിവീൽസ് എ പേഴ്സൺസ് ഫീലിങ്സ് ഓർ ആറ്റിറ്റ്യൂഡ്, അതാണ് റിയാക്ഷൻ. ഈ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില കാര്യങ്ങൾ ഫാബ്രിക്കേറ്റ് ചെയ്യാന്ന് പറയില്ലേ, ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി കാണിക്കുക, വെച്ചാൽ ഒരു കഥ മെനഞ്ഞെടുക്കുക, അതാണ് ഫോർമേഷൻ. ദ ആക്ട് ഓഫ് ഫാബ്രിക്കേറ്റിംഗ് സംതിങ് ഇൻ എ പെർട്ടിക്കുലർ ഷേപ്പ്, ഭയങ്കര രസമായിട്ട് എന്താ വെച്ചാൽ കറക്റ്റ് റിയൽ ആണെന്നുള്ള രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക, അതാണ് പറഞ്ഞത്. അപ്പോ ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈഗോ സെൻട്രിസം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ പറ്റിയുള്ള ഇൻട്രസ്റ്റും നമ്മളുടെ സുഖം, നമ്മളുടെ സെൽഫ് കൺസേൺ, സെൽഫ് ഇൻട്രസ്റ്റ്, അതെല്ലാമാണ് ഈഗോ സെൻട്രിസത്തിൽ വരുന്നത്. അതിനെ പറ്റിയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളുടെ ഇൻട്രസ്റ്റ്, നമ്മളുടെ വെൽഫെയർ, അങ്ങനെയുള്ള കൺസേൺസ്. ഓക്കെ, റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഫീലിങ്സും ആറ്റിറ്റ്യൂഡും റിവീൽ ചെയ്യാം. ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നല്ല രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യുക, ഉണ്ടാക്കി മെനഞ്ഞെടുക്കുക, അതാണ് ഫോർമേഷൻ. ഇതാണ് ഡിഫൻസ് മെക്കാനിസം നമ്മൾ പറഞ്ഞത്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നമുക്ക് എപ്പോഴെങ്കിലും വീണ്ടും അത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ, കുറെ കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡിസൊല്യൂഷനില് ബ്രേക്കപ്പ് എന്ന് പറഞ്ഞില്ലേ, അത് ഈ റിലേഷൻഷിപ്പില് ബ്രേക്കപ്പ് ആണോ, എന്താണ് ഉദ്ദേശിച്ചത്? അതും വരാം, അല്ലാതെ എന്താ പറയാ, ഇപ്പൊ നമുക്ക് ഇപ്പം രണ്ടുപേര് നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അല്ലെങ്കിൽ രണ്ടുപേര് ചേർന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നു, കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ അവർ തമ്മിൽ കളിക്കുന്നു, അവർക്ക് താല്പര്യമില്ലാത്ത എന്തെങ്കിലും വരുവാണെങ്കിൽ അവർ അതിൽ നിന്ന് ഒഴിവായി മാറും, ബ്രേക്ക് വെക്കും, ചിലപ്പോൾ വഴക്ക് കൂടി മാറാം, അതും വരാം, റിലേഷൻഷിപ്പിലേയും വരാം. പിന്നെ അതേത് റിലേഷൻഷിപ്പ് ആണെങ്കിലും വരാം, സിബ്ലിങ്സ് ആവാം, പാരന്റ്സ് ആവാം, ലവർ ആകാം, അങ്ങനെ ആ രീതിയിൽ ഡിസൊല്യൂഷൻ വരാം. ഇത്രയും കാര്യങ്ങളായിരുന്നു. ഇത് ഞാൻ അയച്ചു തരാം ലിങ്ക്. വേറെ ഒരെണ്ണേ ഉള്ളൂ, വേറെ ഏതെങ്കിലും വരുവാണെങ്കിൽ അതും കൂടെ നോക്കിയിട്ട് ഞാൻ അയച്ചു തരാം. ഓക്കെ, ഡിഫൻസ് മെക്കാനിസം എന്തിനാന്നുള്ളതൊക്കെ മനസ്സിലായല്ലോ, അത് ക്ലിയർ അല്ലേ? ഞാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിയും കൂടെ ഒന്ന് എടുക്കുകയാണ്. അതിന്റെ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറയാം. എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് ഒന്ന് പറയാം. എഡ്യൂക്കേഷണൽ സൈക്കോളജി അതൊന്ന് എടുത്ത് വെക്കട്ടെ. നമ്മൾ ഓൾറെഡി പറഞ്ഞു സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു. സൈക്കോളജി പറയുമ്പോഴേക്കും അതില് ട്രീറ്റ്മെന്റ് ആണ് പെട്ടെന്ന് ആൾക്കാർക്ക് ഓർമ്മ വരിക. സൈക്കോളജി എന്ന് പറയും ഓക്കെ. ട്രീറ്റ്മെന്റിനെ കുറിച്ച് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറാപ്പി, കൗൺസിലിംഗ്, ഇതൊക്കെയാണ് നമ്മൾ സൈക്കോളജി പറയുമ്പോൾ പറയും. പക്ഷെ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എഡ്യൂക്കേഷണൽ സെക്ടറിൽ ആളുകൾ എന്തെല്ലാം പഠിക്കുന്നു,
എങ്ങനെ പഠിക്കുന്നു, അവരതെങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതാണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ഹൗ പീപ്പിൾ ലേൺ ദ വേ ദാറ്റ് ദേ ഡു, എങ്ങനെ ആളുകൾ അത് പഠിക്കുന്നു. ഈ ലേണിംഗ് എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പല രീതിയിൽ നടക്കുന്നുണ്ടല്ലേ. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണ്. നിങ്ങളെല്ലാം വീട്ടിലിരിക്കുന്നു, ഞാനും വീട്ടിലിരിക്കുന്നു. അല്ലാതെ നമ്മളൊരു റെഗുലർ സ്ട്രീമിൽ പഠിക്കുമ്പോൾ നമ്മളതൊരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അങ്ങനെയുള്ളിടത്തേക്ക് പോകും, ഒരു ക്ലാസ് റൂം ലേണിംഗ് അങ്ങനെ വരും. ഇത് കൂടാതെ ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് സ്റ്റഡി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ കമ്പൈൻ സ്റ്റഡിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സുകളിലേക്ക് പോകുന്നുണ്ട്. ഇതെല്ലാം ഓരോ സെക്ടറാണ് എഡ്യൂക്കേഷനുള്ളത്. അങ്ങനെ ആ രീതിയിൽ ലേൺ ചെയ്യുന്നതെല്ലാം. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ എൻവയോൺമെന്റ് ഒരു ഫാക്ടർ തന്നെയാണ് അല്ലെ. കുട്ടി പഠിക്കുന്ന സ്ഥലം, അത് വീടാകാം, ട്യൂഷൻ സെന്റർ ആകാം, സ്കൂളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ടിരുന്നുള്ള സ്റ്റഡി ആകാം. ഏതും ലേണിംഗിന്റെ എൻവയോൺമെന്റ് ആകാം. ഓക്കെ, പിന്നെ അപ്പൊ അവിടെ ഏതൊരു എൻവയോൺമെന്റ് ആണെങ്കിലും അവിടെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. അത് ക്ലാസ് റൂമിലാണെങ്കിലും ഒരു വീട്ടിലാണെങ്കിലും ഒരു ഗ്രൂപ്പിലാണെങ്കിലും ഒരാളെ പഠിപ്പിക്കുന്നു, ഒരാളെ പഠിക്കുന്നു. ആ ഒരു രീതിയിൽ ലേണറും ആ ഒരു പഠിക്കുന്ന ആളും പഠിപ്പിക്കുന്ന ആളും അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ എന്താ പറയാ, ഒരു ഗ്രൂപ്പും ഉണ്ടാകാം. അങ്ങനെ പല രീതിയിലുള്ള എൻവയോൺമെന്റ് ഉണ്ടായിരിക്കാം. നമുക്ക് ഈ സൈക്കോളജി നമ്മൾ എപ്പോഴും പറയുമ്പോൾ ആളുകളുടെ ഡിപ്രഷൻ, ആങ്സൈറ്റി, അങ്ങനെ ഓരോരോ മെന്റൽ ഇൽനസ് വരുമ്പോൾ അതിനു വേണ്ടി അനാലിസിസും ഡിസ്കഷനും ഒക്കെ നടത്തുന്ന ഒരു ഫീൽഡായിട്ടാണ് സൈക്കോളജിയെ കാണുന്നത്. അതുപോലെ എന്താ പറയുക, അവിടെ തെറാപ്പി വരാം, കൗൺസിലിംഗ് വരാം, അങ്ങനെയല്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ കിട്ടുന്ന നോളജ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എല്ലാം ഈ എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മെയിൻ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ രണ്ട് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഉണ്ട് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ. ഒന്ന് കോഗ്നേറ്റീവ് ആണ്, ഒന്ന് ബിഹേവിയർ പെർസ്പെക്റ്റീവ് ആയിരിക്കും. ഒന്ന് അവരെ ബുദ്ധിപരമായിട്ടും, പിന്നെ ഇവരിത് പഠിച്ചു കഴിയുമ്പോൾ അത് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന മാറ്റം. അങ്ങനെ രണ്ട് പെർസ്പെക്റ്റീവിലേക്കായി മാറും എഡ്യൂക്കേഷൻ സൈക്കോളജി. ഒന്ന് അവര് കേൾക്കുന്ന കാര്യങ്ങൾ അവരുടെ സെൻസ് ഉപയോഗിച്ച് അവർ മനസ്സിലാക്കുന്നു, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. then അവർ അപ്ലൈ ചെയ്യുമ്പോൾ അത് അവരുടെ ബിഹേവിയറിൽ ഉണ്ടാക്കുന്ന മാറ്റം. ഇങ്ങനെ രണ്ട് പെർസ്പെക്റ്റീവ് ആണ് ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജിയിലുള്ളത്. പിന്നെ അബ്സ്ട്രാക്റ്റ് ആയിട്ടും കോൺക്രീറ്റ് ആയിട്ടും ആയിരിക്കും ഈ ഇൻഫർമേഷൻസ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എന്താ പറയാ, കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഡിസ്ക്രിപ്ഷൻ, ഫാക്ട്സ്, അങ്ങനെ പല കാര്യങ്ങൾ വരും. അബ്സ്ട്രാക്റ്റ് ആകുമ്പോൾ അവിടെ ഇമോഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മളൊരു ബോള് കുട്ടിയെ കാണിക്കുവാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ബോളിന്റെ സൈസ് പറയും. അപ്പോൾ സൈസ് അതൊരു ഫീല് വരുക. ബിഗ് സൈസ് ആണെങ്കിൽ ബിഗ് സൈസ്, സ്മോൾ സൈസ് ആണെങ്കിൽ സ്മോൾ സൈസ് വരും. ഓക്കെ, അവിടെ കാണിക്കുന്ന കോൺക്രീറ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത് ബോളാണ്. പക്ഷെ അത് അബ്സ്ട്രാക്ട് തിങ്കിങ്ങില് കുട്ടികൾ എടുക്കുന്നത് അതിന്റെ വലിപ്പം കൂടുതലാണ്, അങ്ങനെ പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടുപേര് തമ്മിൽ സ്നേഹത്തിലാണ്, ഇഷ്ടത്തിലാണ്. അവിടുത്തെ കോൺക്രീറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഇഷ്ടത്തിലാണ്. പക്ഷെ അവിടെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ അഫെക്ഷൻ, ലവ്, അങ്ങനെയുള്ള ഇമോഷൻസ് മനസ്സിലാക്കും. ഈ അബ്സ്ട്രാക്ട് രീതിയിലുള്ള പഠന രീതി നമുക്ക് കുഞ്ഞു കുട്ടികളുടെ ബുദ്ധിമുട്ടായിരിക്കും. അവരെ നമ്മൾ എപ്പോഴും കോൺക്രീറ്റ് ഒബ്ജക്ട്സ് കാണിച്ച് തന്നെ പഠിപ്പിക്കണം. അവർക്ക് ആ ഇമോഷൻസ് ഒക്കെ ആയി വരാൻ ടൈം എടുക്കും അല്ലെ. ഇപ്പം ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട് ഒരു എന്താ പറയാ, ഒരു മൂവി കാണിച്ചിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ആ ഫീലിങ്സിലേക്കൊക്കെ വരാനായിട്ട് അവർക്ക് കുറച്ച് സമയമെടുക്കും. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ചാർട്ട് പേപ്പേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഡൽസ് ഒക്കെ കൊണ്ടുപോയി കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്നത്. അവർക്ക് കോൺക്രീറ്റ് തിങ്കിങ്ങിലെ പറ്റും. അബ്സ്ട്രാക്ട് തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്ന് അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരി അവർക്കത് മനസ്സിലാകുന്ന ഒരു പ്രായത്തിലേക്ക് വരുമ്പോഴേ അത് നടക്കുള്ളൂ. ഇതാണ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിലെ മെയിൻ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇതൊരു ട്രീറ്റ്മെന്റ് മെത്തേഡൊന്നുമല്ല, നമ്മളൊരു
ക്ലാസ് റൂം സിറ്റിങ്ങിൽ അല്ലെങ്കിൽ ആ എൻവയോൺമെന്റിൽ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതെങ്ങനെയാണോ അവർ ആക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു ലേണിംഗ് പ്രോസസ് അവിടെ നടക്കുകയാണ്. പല രീതിയിലും കുട്ടി മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ഡിസ്കഷനിലൂടെ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരെ എന്തെങ്കിലും ഒബ്ജക്ട്സ് കാണിച്ചിട്ടോ അങ്ങനെയുള്ള രീതിയിലെല്ലാം പഠിപ്പിക്കുന്നു. രണ്ട് തിയറട്ടിക്കൽ ആസ്പെക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്, കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ ബിഹേവിയർ പെർസ്പെക്റ്റീവും. കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നോളജ് അക്വയർ ചെയ്യുന്നത്, എങ്ങനെ അത് ഓർത്തിരിക്കുന്നു, എങ്ങനെ ആ ഇൻഫർമേഷൻസ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവർക്ക് എക്സാം കൊടുക്കുമ്പോൾ അങ്ങനെ എക്സാമിന് അവരെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരെങ്ങനെ ആൻസർ ചെയ്യുന്നു, ഇതെല്ലാം കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് വരും. അങ്ങനെ അവരുടെ മെമ്മറി എങ്ങനെ വർക്ക് ചെയ്യുന്നു, എത്രത്തോളം അവർ ഓർത്തിരിക്കുന്നു, അതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആണ്. ബിഹേവിയറൽ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് അവർ ആ കിട്ടുന്ന നോളജിനനുസരിച്ച് അവരത് അപ്ലിക്കേഷൻ ലെവലിൽ വരുക, അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ. ഇപ്പൊ നമ്മള് ഗുഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഗുഡ് മാനേഴ്സ് പഠിപ്പിക്കുക. അപ്പൊ പഠിപ്പിക്കുമ്പോൾ ആ പോയിന്റ്സ് എല്ലാം അവർ ഓർത്തിരിക്കുന്നു, എക്സാമിന് വരുമ്പോൾ അത് പേപ്പറിലേക്ക് എഴുതുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ ചെയ്യും. ഓക്കെ, ഇനി ആ ഗുഡ് ഹാബിറ്റ്സ് അവര് സ്വന്തം ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുക. ടീച്ചർ പഠിപ്പിച്ചതാണല്ലോ ഇങ്ങനെയൊക്കെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല ഹാബിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നല്ല ഗുഡ് മാനേഴ്സ് കിട്ടും. സോ അതാണ് ബിഹേവിയർ പെർസ്പെക്റ്റീവ്. മനസ്സിലായോ ഇതിന്റെ രണ്ട് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ് തമ്മിലുള്ള ഡിഫറൻസ്? ഒന്ന് പഠിക്കുന്നു, ലേണിംഗ് പ്രോസസ് നടക്കുന്നു, ആ ലേൺ ചെയ്തത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. ഓക്കെ, അതാണ്. അപ്പൊ കുട്ടിയുടെ ബിഹേവിയറിനെ രണ്ട് രീതിയിലും മാറ്റാൻ എഡ്യൂക്കേഷണൽ സൈക്കോളജിക്ക് പറ്റും. അതായത് ഗുഡ് ഓർ ബാഡ് വൈസ്. അതായത് കുട്ടിക്ക് കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവില് കുട്ടി പഠിക്കുന്നു, പരീക്ഷയ്ക്ക് എഴുതുന്നു, ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പറയുന്നു, കുട്ടി തെറ്റായി ആൻസർ ചെയ്യുന്നു വരുമ്പോൾ ടീച്ചർ പണിഷ്മെന്റ് കൊടുക്കുവാണെങ്കിൽ അത് കുട്ടിയിൽ ചിലപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ആയിരിക്കും. അവിടെ കുട്ടിയുടെ ബിഹേവിയർ പെർസ്പെക്റ്റീവില് മാറ്റം വരും. കുട്ടിയെ അടിച്ചു, ആൻസർ തെറ്റി പറഞ്ഞപ്പോൾ ഒരു അടി കൊടുത്തു അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പൊ കുട്ടിക്ക് അത് ഭയങ്കര ഒരു ഇൻസൾട്ടിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര വിഷമോ ഒക്കെ വരുമ്പോഴേക്കും അത് അതിന്റെ ബിഹേവിയർ പെർസ്പെക്റ്റീവില് മാറ്റം വരുത്തുവാണ്. റിവാർഡ് കൊടുക്കുവാണ്, സ്റ്റാർ കൊടുക്കുമ്പോഴേക്കും ഭയങ്കര ഹാപ്പി ആവുന്നു. സോ അവന്റെ ബിഹേവിയറിൽ അത് മാറ്റം വരുന്നു. അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് ടീച്ചറാണ് തീരുമാനിക്കേണ്ടത്. കുട്ടി തെറ്റ് പറയുമ്പോൾ അവനെ പണിഷ് ചെയ്യാതെ അവനെ അത് ശരിയാക്കി അവനൊരു അപ്രൈസലൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ബിഹേവിയർ പെർസ്പെക്റ്റീവ് നല്ല ലെവലിലേക്ക്. അവിടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയുടെ ആ ഒരു ഇമ്പോർട്ടൻസ് അതാണ്. കുട്ടിയെ നമുക്ക് താഴ്ത്തിക്കെട്ടാം, പണിഷ്മെന്റ് കൊടുക്കുക, അടി കൊടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പക്കൊക്കെ ചെയ്യാതിരിക്കാം. പക്ഷേ ഇത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഞാൻ 8ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. പല കൾച്ചറിൽ നിന്നും വരുന്ന പിള്ളേരുണ്ട്. അപ്പം ഇവരുടെ സ്കില്ല് കണ്ടെത്തി ഇവരുടെ ആസ്പിറേഷൻസ് മനസ്സിലാക്കി ഗോൾ സെറ്റ് ചെയ്ത് ഇവർ ഓരോരുത്തരെയും അവരവരുടെ ലെവലിലുള്ള സ്കില്ലില് ഇംപ്രൂവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക. അതാണ് ഞങ്ങളുടെ മോഡ് ഓഫ് ഓപ്പറേഷൻ. അപ്പം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതില് കോസ്റ്റൽ ഏരിയ ആണ് കൂടുതൽ, കോസ്റ്റൽ ഏരിയയിലെ കുട്ടികളാണ് കൂടുതൽ. അതിന് വന്നൊരു മോൻ, ഇവർക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷന്റെ പ്രശ്നം എന്താ, അവർക്ക് അബ്യൂസീവ് വേർഡ്സ് പറയാന്ന് പറഞ്ഞാൽ ഭയങ്കര ആനന്ദം കണ്ടെത്തുക. അവർ നോർമലി സംസാരിക്കുന്ന തന്നെ, ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന, ഈവൻ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്ന തന്നെ ഈ അബ്യൂസീവ് വേർഡ്സ് പറഞ്ഞിട്ടാ. ശരിയല്ലേ? നിങ്ങക്ക് തോന്നിയിട്ടുണ്ടോ? അവർ റോഡിലൂടെ ഇത് പോകുമ്പോൾ അവർക്ക് ഈ വാക്കുകൾ അവരുടെ വരും. അവരെ സംബന്ധിച്ച് അതൊരു ബാഡ് വേർഡ് അല്ല, അത് പറയുമ്പോൾ അവരെങ്ങോട്ട് അതിലെന്തോ ആനന്ദം കണ്ടെത്തും. അപ്പൊ അതുകൊണ്ട് പിന്നെ ഫിംഗേഴ്സ് ഒക്കെ കൊണ്ടുള്ള അബ്യൂസീവ് ജെസ്റ്റേഴ്സും ഒരു കാണിക്കും. ഈ പയ്യൻ ഒരു പെൺകുട്ടി ഇത് കാണിക്കുന്നത് ഞങ്ങൾ കണ്ടു. ലാസ്റ്റ് ടൈമിലാണ് നമ്മളൊന്ന് തിരിയുമ്പോഴൊക്കെ അത് സംഭവിക്കുന്നത്. 56 കുട്ടികളുണ്ട്, അപ്പൊ ഇതുങ്ങളെല്ലാം നോക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തിരിയുമ്പോൾ സംഭവിക്കും. അപ്പൊ കുട്ടികളെല്ലാം പോയതിനു ശേഷം ഇവനെ മാത്രം വിളിച്ചിരുത്തി. ഞാൻ പറഞ്ഞു, ആ കുട്ടിയെ കാണിച്ചത് എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അവൻ ഇങ്ങനെ ഷിവർ ചെയ്യുക. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടാ ചോദിച്ചു, ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല, എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം അവനെ തികച്ചും കാണിക്കുന്നില്ല. കഴിഞ്ഞിട്ട് ശരി, എന്നെ കാണിക്കാൻ വിഷമാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോ അമ്മയൊന്ന് കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അമ്മയെ വിളിച്ചോളാം. ഞാനൊന്ന് വല്ലാണ്ടായി. ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോൾ വരില്ലാന്നാ വിചാരിച്ചേ. അങ്ങനെ പറഞ്ഞല്ലോ.
അപ്പൊ നെക്സ്റ്റ് എന്ന് വെച്ചാൽ അടുത്ത വീക്കിലാണ് ചെല്ലുന്നത്. വൺസ് ഇൻ എ വീക്കാണ് അവരുമായിട്ടുള്ള സെഷൻസ്. പക്ഷെ അവൻ ക്ലാസ്സിൽ വന്നു. ലാസ്റ്റ് ക്ലാസ്, അതായത് ഇവർക്ക് ഫൈനൽ എക്സാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു സെഷനേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ അവിടെ ഈ ആംഡ് ചെയർ ഉണ്ട്. ഈ അതിലെ പല ചെയറിന്റെ ആമൊക്കെ പോയിട്ട് അതിന്റെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങിയിരിക്കുക. ഞാനൊരു സൽവാറായിരുന്നു ഇട്ടിരുന്നത്. ഞാൻ കുട്ടികളുടെ കൂടെ ഇരിക്കുക. അപ്പൊ അന്ന് നമ്മളുടെ കൂടെ ഒരു ഡെന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഡെന്റിസ്റ്റ് ഇവർക്ക് ഡെന്റൽ ഹൈജീന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ ജസ്റ്റ് ആ സെഷൻ അങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ എണീറ്റ് ഇവരുടെ ഫ്രണ്ടിലേക്ക് പോയ സമയത്ത് എന്റെ ഡ്രസ്സ് ഈ ചെയറിന്റെ ഈ കമ്പിയിൽ ഉടക്കി കീറിയെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാനത് ബോധർ ചെയ്തില്ല. ഞാൻ നേരെ നിന്നങ്ങ് സംസാരിച്ചപ്പോ ഈ ഇഷ്യൂ നേരത്തെ ഉണ്ടാക്കിയ മോൻ കുറെ സെഷൻസ് മുമ്പാണ് അവൻ ഈ അബ്യൂസീവ് ജസ്റ്റർ കാണിച്ചത്. ആ മോൻ പതുക്കെ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മിസ്സിന്റെ ഡ്രസ്സിന്റെ ബാക്കിൽ അല്പം കീറി എന്ന് പറഞ്ഞു. ആരും കേൾക്കാതെ. എനിക്ക് ആദ്യം അവനിങ്ങനെ പറഞ്ഞപ്പോ കീറി. പക്ഷെ പിന്നെ എനിക്ക് മറ്റേ സംഭവമായിട്ട് ഞാൻ കണക്ട് ചെയ്തപ്പോ അവനെ ഞാൻ അന്ന് അവനെ ഒരുമാതിരി ഞാനാക്കി. പക്ഷെ ആരുടെ മുമ്പിൽ വെച്ചല്ല കേട്ടോ, ഞാനും അവനും മാത്രമുള്ളപ്പോ മാത്രമാണ് ഞാൻ അത് സംസാരിച്ചത്. വേറൊരു സ്റ്റാഫോ കുട്ടിയോ കേൾക്കാതെ ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഞാൻ അന്ന് സംസാരിച്ചത്. ഇവന് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവൻ വാവൊട്ടിച്ചിരിക്കും ഒന്നുമല്ല ചെയ്തത്. എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബാക്കിൽ അല്പം കീറിയെന്ന് പറഞ്ഞിട്ട് ഇവൻ എന്നെ ബസ് സ്റ്റോപ്പ് വരെ എന്റെ കൂടെ വന്നു. എന്റെ ബാക്കിൽ നടന്നു വന്നു, വേറെ ആരും കാണാതിരിക്കാനായിട്ട്. എനിക്കത് ഭയങ്കര സന്തോഷം ഉണ്ടായ കാര്യം. അപ്പൊ അവൻ ആ ഒരു സെഷൻ കഴിഞ്ഞപ്പോ അവന് നല്ല മാറ്റം ഉണ്ടായി. പിന്നെ ഇവനും ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ട്, ഈ അബ്യൂസീവ് വേർഡ്സ് പറയാൻ ഇങ്ങനെ എപ്പോഴും ഉറക്ക വിളിച്ച് പറഞ്ഞ് മറ്റുള്ളവർ കേട്ട് എന്തോ ക്രെഡിറ്റ് അങ്ങനെ പറയുന്നു. അവർ എന്റെ അടുത്ത് വന്നത്, മിസ് ഞങ്ങൾ ഇനി ഒരിക്കലും ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ആ വേർഡ്സ് ഞങ്ങൾ ഇനി പറയില്ല. ഇതാണ് നമ്മളിവിടെ ഷൗട്ട് ചെയ്യുകയോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഷൗട്ട് ചെയ്യുകയോ അവരെ പണിഷ് ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അവരുടെ ലെവല് ചിലപ്പോൾ വേറെ ആയി പോയേനെ. പണ്ടത്തെ ഒരു രീതി എന്നൊക്കെ പറഞ്ഞ ടീച്ചേഴ്സ് പണ്ട് എന്റെയൊക്കെ ചെറുപ്പത്തിൽ അവരെ അടിക്കും. അപ്പൊ ആ ഒരു പേടി റെസ്പെക്ട് ടീച്ചർമാരോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിള്ളേരെ നമുക്ക് മാനേജ് ചെയ്യാൻ നമ്മൾ പല സ്ട്രാറ്റജി എടുക്കേണ്ടതായിട്ട് വരും. അതാണ് ഒരു ടീച്ചറുടെ വഴക്ക് ആ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ മാറ്റാം. അല്ലെങ്കിൽ ടീച്ചർ ചെയ്യുന്ന ഒരു കൺസേൺ ആ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ മാറ്റാനായിട്ട് ഇതാക്കണം. അപ്പൊ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുക. അതാണ് എഡ്യൂക്കേഷണൽ സൈക്കോളജി പറഞ്ഞ രണ്ട് തിയറട്ടിക്കൽ പെർസ്പെക്റ്റീവ്, കോഗ്നേറ്റീവും ബിഹേവിയർ. കോഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷെ അതിന്റെ റിസൾട്ട് വരുന്നത് ബിഹേവിയർ പെർസ്പെക്റ്റീവിലേക്കാണ്. നമ്മൾ വഴക്ക് പറയുവാണെങ്കിൽ അത് അവന്റെ രണ്ടാമത്തെ ബിഹേവിയർ പെർസ്പെക്റ്റീവിൽ റിഫ്ലക്ട് ചെയ്യും. നമ്മളൊരു അപ്രൈസിൽ കൊടുക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇപ്പോഴത്തെ ആ ബിഹേവിയർ പെർസ്പെക്റ്റീവിൽ അത് റിഫ്ലക്ട് ചെയ്യും. അത് ത്രൂ ഔട്ട് അവന്റെ ലൈഫ് ജേണിയിൽ അത് വരും. അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ത്രൂ ഔട്ട് ലൈഫ് ജേണിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എഡ്യൂക്കേഷൻ സൈക്കോളജി എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കുറച്ചുകൂടെ അതൊന്ന് വായിക്കാം കാര്യങ്ങളെല്ലാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ യൂണിറ്റ് 7 ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഡിഫൻസ് മെക്കാനിസം ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഡിഫൻസ് മെക്കാനിസത്തിന്റെ ഓരോ പോയിന്റിലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യാം. സബ്മിറ്റ് ചെയ്യാനൊന്നുമല്ല, നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ക്ലാസ്സിലൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഈ ലെസൺ എടുത്തതല്ലേ? ഈ ലെസൺ എടുത്തതാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനിരുന്നപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. ഞാൻ എന്തൊക്കെയോ മിസ് ഔട്ട് ചെയ്തതുപോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനൊന്ന് ഒന്നുകൂടി ഒന്ന് പറഞ്ഞോണ്ടേയാണ്. ആ ലാസ്റ്റ് പാട്ടേ മിസ് പെട്ടെന്ന് എടുക്കുക ചെയ്തത്. അപ്പൊ പറഞ്ഞിരുന്നു അത് എടുത്തു തരാം ഒന്നും കൂടെ എന്ന് പറഞ്ഞിരുന്നു അന്ന് തന്നെ. ഞാനൊരു ഇൻട്രോ തന്നേക്കുവാ. ഇനി നമ്മൾ ഒന്നുകൂടെ ഈ സെഷനിലേക്ക് നമ്മൾ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ് 7 ഒന്നുകൂടെ നമ്മൾ എടുത്ത് ഒരു ക്ലാസ് മതി, ഫുൾ എടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഡെവലപ്മെന്റ് സൈക്കോളജിയിൽ ഞാൻ ഡെവലപ്മെന്റ് സൈക്കോളജി പറഞ്ഞു തന്നില്ലായിരുന്നോ? സൈക്കോളജി പഠിപ്പിച്ചപ്പോഴല്ലേ ആ 4 പേരുടെ 3 പേരുടെ സിഗ്മണ്ട് ഫ്രോയിഡും എറിക്സൺ ഇവരുടെ 3 പേരുടെ കാര്യങ്ങൾ ഞാൻ ലിങ്ക് അയച്ചു തന്നിരുന്നോ? ഈ സാറ്റർഡേ സൺഡേ അതൊക്കെ ഒന്ന് വായിക്കുക. വായിച്ചിട്ട് വരിക. നമുക്ക് എഡ്യൂക്കേഷൻ സൈക്കോളജിയും ഡെവലപ്മെന്റ് സൈക്കോളജിയും കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് തന്നെയാണോ എടുത്തിട്ടുണ്ട്? ഞാൻ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് കയറാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് നസീമ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യാനിരുന്നപ്പം എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. ഞാൻ എന്തൊക്കെയോ ഇതിനകത്ത് പറയാനുണ്ടോ എന്നൊക്കെ.
ഒന്നാമത്തെ കാര്യം നല്ലൊരു ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഓരോ ക്ലാസ്സിലും വരുന്നത്. 10 days ഗ്യാപ്പിലൊക്കെയല്ലേ നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊന്നുകൂടെ, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആണ്, അങ്ങനെ മിസ് ഔട്ട് ചെയ്യേണ്ടതല്ലാന്ന് എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ്. അതാ ഞാൻ ഒന്നുകൂടെ നമുക്ക് ഇപ്പൊ ഞാനൊരു ഇൻട്രോ തന്നത് മനസ്സിലായല്ലോ, 2 തിയററ്റിക്കൽ കൺസെപ്റ്റ്. അതൊരു ആസ് എ ഫെസിലിറ്റേറ്റർ, നാളെ നിങ്ങൾ ഫ്യൂച്ചർ ഫെസിലിറ്റേറ്റേഴ്സ് ആവാൻ പോകുമ്പോൾ ഈ കാര്യം നല്ലപോലെ മനസ്സിൽ വേണം. കോഗ്നേറ്റീവ് ഇതും ബിഹേവിയറിലും. കോഗ്നേറ്റീവ് നമുക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ബിഹേവിയർ ആണ് അവരുടെ റിസൾട്ട് വരുന്നത്. ആ കുഞ്ഞ് നന്നാവുകയാണോ മോശം വഴിയിലേക്കാണോ പോകുന്നത് എന്നുള്ളത് രണ്ടാമത്തെ പെർസ്പെക്റ്റീവിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഡിഫൻസ് മെക്കാനിസത്തിലെ ഓരോ പോയിന്റിലും നമ്മൾക്ക് മനസ്സിൽ തോന്നുന്ന അതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എക്സാമ്പിൾസ് നോട്ട് ചെയ്ത് വെക്കുക നോട്ട്സിന്റെ കൂടെ. അതിന്റെ ഡിഫൻസ് മെക്കാനിസത്തിന്റെ ലിങ്ക് എക്സ്ട്രാ ഏതാണ്ടൊക്കെ വരുന്ന അതുണ്ട്, ആൻഡ് ഫ്ലൂയിഡ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ അയച്ചു തരാം. വളരെ കുറവ് പേരാണ് ക്ലാസ്സിൽ, പകുതി പേര്. ആക്ച്വലി 40-ലൊക്കെ കൂടുതൽ വരാറുള്ളത്. ഓക്കെ, കുഴപ്പമില്ല. റെക്കോർഡ് ക്ലാസ് കണ്ടാലും മതി, നോ പ്രോബ്ലം. മാം അതുപോലെ ക്ലാസ് കേൾക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ക്ലാസ് എനിക്ക് കയറാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തെന്ന് പറഞ്ഞ ക്ലാസ് ഭയങ്കര ഇതായിട്ട് മനസ്സിലാവണില്ല കേട്ടോ ക്ലാസ്സിന്റെ ഒരു. നിങ്ങളൊരു കാര്യം, ടീച്ചർ നല്ല മെഡിക്കൽ ടീച്ചറാണ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അതൊന്ന് ഓഫീസിൽ പറഞ്ഞാൽ മതി. കാരണം നമ്മൾ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് നമ്മളിപ്പോ അതിങ്ങനെ വായിച്ചിട്ട് മീനിങ് പറഞ്ഞു കൊടുക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഇനി തനിയെ വായിക്കാം, അങ്ങനെ പഠിക്കണ പോലെയല്ല അത് തോന്നുന്നേ. പക്ഷെ അതിന്റെ ഞാനൊന്ന് മാമിനോടൊന്ന് പറയട്ടെ. ബുക്സ് കിട്ടിയിട്ടില്ല, മെറ്റീരിയല് ഇംഗ്ലീഷിന്റെ ആണോ? ഇംഗ്ലീഷിന്റെ കിട്ടിയിട്ടില്ല. ഇല്ല. അപ്പം ടീച്ചർ നമുക്കത് സ്ലൈഡ്സ് കാണിക്കുമ്പോഴേ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോകുന്നോണ്ട് നമുക്കത് നോട്ട് എടുക്കാനും പറ്റുന്നില്ല. അപ്പൊ നോട്ട് ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ടെന്ന് പറയണം. കണ്ടിട്ടുണ്ടായിരുന്നില്ല. നോക്കട്ടെ, ക്ലാസ് റൂമിലാണോ? അതെ അതെ. ഓക്കെ. നിങ്ങളുടെ കൺസേൺ ഞാൻ അറിയിക്കാം. നിങ്ങൾ നേരിട്ടൊന്ന് പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാതായാൽ ശരിയാവും. മെസ്സേജ് വഴി പറയുന്നുണ്ട് ടീച്ചറോട്, പക്ഷെ ടീച്ചർ മെസ്സേജ് ഒന്നും കാണുന്ന പോലുമില്ല, ആള് വായിക്കുന്ന പോലുമില്ല അതൊന്നും. അല്ല, മെസ്സേജ് എടുക്കുമ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കില്ലല്ലോ. പക്ഷെ ക്ലാസ്സിൽ പറഞ്ഞ മാതിരി ഇതാ വന്നു ഇതോ പോയിന്ന് പറഞ്ഞ അവസ്ഥയായി. എങ്ങനെയോ സമയം പോയിന്ന് അറിഞ്ഞില്ല, ഒന്നും തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ആളെടുത്തത്. നിങ്ങളൊന്ന് പറയൂ, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് പറയൂ, ഞാൻ നിങ്ങളുടെ കൺസേൺ അറിയിച്ചേക്കാം. ഓക്കെ മിസ്. ഓക്കെ, then നമുക്ക് അതിന്റെ ചെയ്യാം. ഇനി മൺഡേ ആണ് കാണുന്നത്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. താങ്ക് യു മാം. താങ്ക് യു മാം.